കേരളത്തിലെ തദ്ദേശ ഭരണകൂടങ്ങൾ അഴിമതിയിലും അനാസ്ഥയിലും പെട്ടുഴലുമ്പോൾ മറുവശത്ത് വികസനത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കാൻ ഒരു സംഘം ജനപ്രതിനിധികൾ രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതും സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം. വെറുമൊരു സന്ദർശനമല്ല ഇത്. മോദി യുഗത്തിലെ ഇന്ത്യ എങ്ങനെ വികസിക്കുന്നു എന്ന് പഠിക്കാൻ കേരളത്തിൽ നിന്നുള്ള BJP ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയപ്പോൾ അത് പുതിയൊരു ചരിത്രമായി. എന്താണ് ഡൽഹിയിൽ നടന്നത്? എന്തിനാണ് മോദി ഇവരെ നേരിട്ട് വിളിച്ചത്? കേരളത്തിന്റെ വികസന കുതിപ്പിന് ഇതെങ്ങനെ വഴിത്തിരിവാകും? കാണാം. തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP ജനപ്രതിനിധി സംഘത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വസതിയിൽ നേരിട്ട് സ്വീകരിച്ചത്. വെറുമൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയായിരുന്നില്ല അത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ എത്തിച്ച ഒരു ഹൃദയബന്ധത്തിന്റെ നിമിഷങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചും അദ്ദേഹത്തോടൊപ്പം ചിത്രങ്ങൾ എടുത്തും കേരളത്തിന്റെ ഈ വികസന സാരഥികൾ രാജ്യതലസ്ഥാനത്ത് തിളങ്ങി. ഭാരതത്തിന്റെ വികസന യാത്രയിൽ കേരളത്തിനുള്ള പങ്കിനെ കുറിച്ച് മോദി വാചാലനായി. കേരളം മാറുകയാണ്, ആ മാറ്റം താഴെത്തട്ടിൽ നിന്നും തന്നെ തുടങ്ങണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിലെ ഓരോ പ്രവർത്തകനും ആവേശമാണ്. ഡൽഹിയിലെ ഭരണ നൈപുണ്യ ശിബിരം കേവലം ഒരു മീറ്റിംഗ് ആയിരുന്നില്ല, അത് വികസനത്തിന്റെ ഒരു സർവകലാശാലയായിരുന്നു. കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ മോദി യുഗത്തിലെ നഗരവികസനം എന്ന വിഷയത്തിൽ ക്ലാസുകൾ എടുത്തു. സ്മാർട്ട് സിറ്റികളും ആധുനിക സൗകര്യങ്ങളും എങ്ങനെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ വരെ എത്തിക്കാമെന്ന വലിയ ദൗത്യമാണ് ഈ ടീമിന് മുന്നിലുള്ളത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുതൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ നീളുന്ന പ്രമുഖ നിരയുമായുള്ള കൂടിക്കാഴ്ചകൾ കേരളത്തോടുള്ള BJP ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക പരിഗണനയാണ് വ്യക്തമാക്കുന്നത്. ഉപരാഷ്ട്രപതിയും സ്പീക്കറും എല്ലാം ഇവർ സ്വീകരിച്ചത് കേരളം ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ഈ വലിയ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, S സുരേഷ് തുടങ്ങി കരുത്തരായ നേതാക്കളാണ്. തിരുവനന്തപുരത്ത് BJP നേടിയ ഉജ്ജ്വല വിജയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ രാജ ഇക്ബാൽ സിംഗും വീരേന്ദ്ര സച്ദേവും ഈ വിജയത്തെ വാനോളം പുകഴ്ത്തി. ഇത് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കലാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ നടന്ന വിരുന്നിൽ ഓരോ ജനപ്രതിനിധിയെയും നേരിട്ട് പരിചയപ്പെടാനും അവർക്ക് പ്രോത്സാഹനം നൽകാനും ദേശീയ നേതൃത്വം സമയം കണ്ടെത്തിയത് ശ്രദ്ധേയമാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയിൽ കേരളത്തെയും കൈപിടിച്ചുയർത്താൻ മോദി സർക്കാർ തയ്യാറാണ്. ഡൽഹി ലഭിച്ച ഈ ഊഷ്മള സ്വീകരണം വെളിപ്പെടുത്തുന്നത് ഒന്ന് മാത്രമാണ്: കേരളത്തിന് ഇനി അവഗണനയുടെ കാലമല്ല, മറിച്ച് വികസനത്തിന്റെ വസന്തകാലമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്തൊരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ BJP ജനപ്രതിനിധികൾക്ക് ഈ ഡൽഹി സന്ദർശനം വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയോടെ ഈ സന്ദർശനം പൂർത്തിയാകുമ്പോൾ അവർ മടങ്ങുന്നത് ഒരുപിടി വികസന പദ്ധതികളും നിശ്ചയദാർഢ്യവുമായാണ്.